ഇനി നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടുത്തെ കാത്തിരിപ്പ് കേന്ദ്രം. അപ്പോൾ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാരൊക്കെ രാത്രി ഉറങ്ങുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പോൾ യാത്രക്കാർ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ മൊബൈൽ ഫോണുകൾ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ നഷ്ടമാകുന്ന ഒരു പതിവായി തുടങ്ങി. അങ്ങനെ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് ഈ ഉറക്കത്തിലുള്ള കള്ളനെ കണ്ടെത്തിയത്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ഈ കള്ളൻ മധുരയിൽ മാത്രമാണോ ഉറക്കം നടിച്ച് മോഷണം നടത്താറ്, അതോ ആ ചുറ്റുപാടുമുള്ള പല സ്റ്റേഷനിലും നിത്യസന്ദർശകനാണോ? ദിവിഷ, മധുര റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം കലാരൂപമാണ് ഇപ്പോൾ കണ്ടത്. മറ്റ് സിറ്റികളിലേക്കോ സ്റ്റേഷനുകളിലേക്കോ നിലവിൽ വ്യാപിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ വ്യാപിച്ചില്ല. അതിനു മുമ്പേ അയാളെ പിടികൂടാനായിട്ട് സാധിച്ചു. വലിയ രീതിയിൽ പ്രയത്നവും ക്ഷമയും കഠിനാധ്വാനമൊക്കെ വേണം ഇങ്ങനെയൊക്കെ മോഷണം നടത്താനായിട്ട്. കാരണം ഒരുപാട് സമയമൊക്കെ എടുത്ത് ഉറക്കം നടിച്ചൊക്കെ വേണം. ആൾക്കാരവിടെ ഈ കഥ നടക്കുന്ന മുഴുവൻ ആ ഒരു കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ്. രാത്രിയായിരിക്കും കൂടുതലും. ഉറങ്ങുന്ന ആൾക്കാരുടെ, യാത്രക്കാരുടെ അടുത്ത് പോയി ഇരുന്ന് ഉറങ്ങി, അല്ലെങ്കിൽ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച് കുറച്ച് ശ്രമിച്ചൊക്കെ നോക്കണം. ആദ്യം അത് സക്സസ് ആയെന്ന് വരില്ല. 2-3 പ്രയത്നങ്ങളിലൊക്കെ കൂടെയാണ് അയാൾ ആ മൊബൈൽ പോലും മറ്റേയാളുടെ പോക്കറ്റിൽ നിന്നും വലിച്ചൂരി എടുക്കുന്നത്. അങ്ങനെ ഭയങ്കര ആയിട്ട് ക്ഷമയുള്ള ആളാണെന്ന് തോന്നുന്നു. പക്ഷേ CCTV കുടുക്കി എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ തുടർച്ചയായിട്ട് ഈ മോഷണ പരമ്പര ഉണ്ടായതോടെയാണ് ഈ യാത്രക്കാർ റെയിൽവേ പോലീസിന് പരാതി നൽകുന്നതും പിന്നാലെ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനായിട്ട് ഈ റെയിൽവേ പോലീസ് തീരുമാനിക്കുന്നതും. അങ്ങനെ വളരെ വിശദമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെയുള്ള CCTV ക്യാമറകളെല്ലാം ഒന്ന് വിടാതെ പരിശോധിച്ചു. അങ്ങനെ ഇയാൾ കുടുങ്ങി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം രാത്രിയാണെങ്കിലും ഇൻഫ്രാറെഡ് എല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് ആളെ കൃത്യമായിട്ട് മനസ്സിലാവും. അയാൾ ആ യാത്രക്കാരുടെ അടുത്ത് വന്ന് കിടക്കുന്നതും 1-2 തവണ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. ആദ്യം മൊബൈൽ എടുക്കാൻ ശ്രമിക്കുന്നു, സക്സസ് ആവുന്നില്ല. പിന്നെയും ശ്രമിച്ചുകൊണ്ട് അവസാനം ആ മൊബൈൽ എടുത്തു പോകുന്നതെല്ലാം തന്നെ വൃത്തിയായിട്ട് കിട്ടി. അയാളെ ആ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ റെയിൽവേ പോസ്റ്റിന് കിട്ടുകയും ചെയ്തു. 21 വയസ്സ് മാത്രം പ്രായമുള്ള അവനീഷ് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തു വരുന്നു. മാത്രമല്ല, ഇയാളുടെ പക്കൽ നിന്ന് നിലവിൽ ഒരു ഫോണാണ് കിട്ടിയിരിക്കുന്നത്. 5-ലധികം മൊബൈൽ ഫോണുകൾ അയാൾ മോഷ്ടിച്ചു എന്നുള്ള കാര്യം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് കൂടി ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, പ്രയത്നം എന്നുള്ളതൊക്കെ വെറും സർക്കാസമാണ്. ആരുടെയും പ്രയത്നം മോഷണത്തിന് വേണ്ടി ആക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പറയാനുള്ളത്. എങ്ങനെയൊക്കെ ശ്രമിച്ചാലും പോലീസ് പിടിച്ചിരിക്കും. ശരിയാണ്.